നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനായ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ്റെ A to Z കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമാന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് പോസ്റ്റ് ഡീറ്റെയിൽസ്. എന്താണ് പഞ്ചായത്ത് സെക്രട്ടറി, എന്താണ് ജോലിയുടെ സാധ്യതകൾ. അതിനുശേഷം അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെ ഇതുവരെയുള്ള അഡ്വൈസുകൾ എങ്ങനെയാണ്, നിയമനങ്ങൾ എത്ര നടക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കട്ട് ഓഫ് അനാലിസിസ് ആണ്. കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാണ്, മുന്നോട്ട് എങ്ങനെ പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യം. അതിനുശേഷം പ്രൊമോഷണൽ ഡീറ്റെയിൽസ്, അതായത് പ്രൊമോഷൻ കിട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. അതിനുശേഷം പറയാനായിട്ട് പോകുന്നത് എക്സാമിൻ്റെ പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പരീക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടോ, ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. പക്ഷേ അതിൽ ഞാൻ ആദ്യം പറയുന്നത് ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഈ കാണിക്കുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ 577/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ PSC പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ 2023 ഡിസംബർ മാസമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, അതാണ് ഒന്നാമത്തെ ചോദ്യം. മക്കളെ, 2023 നോട്ടിഫിക്കേഷൻ വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 2026 എന്ത് ചെയ്യണം, പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. 3 വർഷമാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ്റെ കാലാവധി, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. അപ്പോൾ 2026 അടുത്ത നോട്ടിഫിക്കേഷൻ, അതായത് ഈ വർഷം പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട്. നമുക്കത് ഒരു നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസം 2026 പ്രതീക്ഷിക്കാം. ഓക്കെ, 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസം പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇതിൻ്റെ പേരെന്താണ്, പോസ്റ്റിൻ്റെ പേരെന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ERA ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്രട്ടറി LSGI എന്നാണ് ഈ ഒരു പോസ്റ്റിൻ്റെ, ഈ ഒരു തസ്തികയുടെ പേര് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി പഠിക്കേണ്ടത്? മക്കളെ, ഡിഗ്രി നിലവാരത്തിൽ പോസ്റ്റിംഗ് കിട്ടുമ്പോൾ തന്നെ, കൃത്യമായി കേട്ടിരുന്നോണേ, ഡിഗ്രി നിലവാരത്തിൽ പോസ്റ്റിംഗ്, ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടുമ്പോൾ തന്നെ അതൊരു ഗസറ്റഡ് റാങ്ക് ആണ് എങ്കിൽ അതിലൊരു നോട്ടിഫിക്കേഷനാണ് പഞ്ചായത്ത് സെക്രട്ടറി. അതായത് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ, നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുമ്പോൾ തന്നെ എന്തായിട്ടാണ് നിയമനം കിട്ടുക? നിങ്ങളൊരു ഗസറ്റഡ് ഓഫീസർ എന്നുള്ള നിലയിലാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക. അപ്പം ഗസറ്റഡ് പോസ്റ്റിലേക്ക് ഒരു ഡിഗ്രി പരീക്ഷയിലൂടെ ആദ്യം തന്നെ നിയമനം കിട്ടാവുന്ന പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷനിലൂടെ വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ സാലറി നോക്കിയേ, 51,400 മുതൽ 1,11,300 രൂപ വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ്. അപ്പോൾ ബേസിക് പേ എന്ന് പറയുന്നത് തന്നെ 51,400 ആണ്. നിങ്ങൾക്ക് ഇതിന് കയറുന്ന സമയത്ത് ഒരു ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ആ ട്രെയിനിങ് സമയത്തു തന്നെ ബേസിക് പേ ആയിട്ട് 51,400 കയ്യിൽ കിട്ടുന്ന പോസ്റ്റാണ് ഏത്, പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുക. ക്ലിയർ അല്ലേ മക്കളെ? ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെന്ന് പറയുന്നുണ്ട്. നിലവിൽ പോയിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ശരി, നോക്കിയാൽ മക്കളെ, ഏജ് ലിമിറ്റ് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കായിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരെ അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നത്. എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിലവിൽ അത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്കാരിലേക്ക് മാറി. അപ്പോൾ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ നിങ്ങൾക്ക് പ്രായമുണ്ട് എങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4 വർഷം കൂടി ഏജ് റിലാക്സേഷൻ വന്നു. ഇനി നിങ്ങളൊരു OBC കാറ്റഗറിക്കാരനാണെങ്കിലോ 18 വയസ്സ് മുതൽ 43 വയസ്സിനിടയിൽ പ്രായമുള്ള OBC കാറ്റഗറിക്കാരനും 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള SC/ST കാറ്റഗറിക്കാരനും എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. വ്യക്തമായിട്ട് കേട്ടോണേ, 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമായിരുന്നു നേരത്തെയെങ്കിൽ നിലവിൽ അത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറിക്കാരനും 18 വയസ്സിനും 43 വയസ്സിനും ഇടയിൽ പ്രായമുള്ള OBC കാറ്റഗറിക്കാരനും 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള SC/ST കാറ്റഗറിയിലുള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും,
ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, വ്യക്തമായിട്ട് കേട്ടോണേ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിഗ്രി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മക്കളെ, കഴിഞ്ഞ തവണ 4,78,878 ആപ്ലിക്കേഷനുകൾ റിസീവ് ചെയ്തു. 4,78,000. മക്കളെ, ഇത്തവണ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കിയാൽ 4 ലക്ഷം പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. റിക്രൂട്ട്മെന്റിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞ കമ്പനി ബോർഡ് നോക്കുകയാണെങ്കിൽ 3,95,000. അപ്പം നമുക്ക് എത്ര പേരെ പ്രതീക്ഷിക്കാം? ഈ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ പ്രകാരവും 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ? 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. വ്യക്തമല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മെയിൻ എക്സാമിനേഷൻ ഡേറ്റ് 9/11/2024 അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേണും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ. പ്രിലിംസ് മെയ് മാസം 2027 മെയ് മാസം നടക്കുന്ന പ്രിലിംസ് പരീക്ഷയിൽ ഉണ്ടാകും. അതേപോലെ തന്നെ മെയിൻസ് 2027 സെപ്റ്റംബർ മാസത്തോടുകൂടി നമുക്ക് മെയിൻസും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വ്യക്തമാണ് മക്കളെ. 927 പേര് അന്ന്, അതായത് 4,78,878 പേരിൽ 927 പേരാണ് അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വ്യക്തമല്ലേ? ഏജ് മനസ്സിലായി, ക്വാളിഫിക്കേഷൻ മനസ്സിലായി, പോസ്റ്റ് മനസ്സിലായി, അവിടുന്ന് കിട്ടുന്ന സാലറിയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അടുത്ത് നോക്കിയേ, കഴിഞ്ഞ തവണത്തെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 49.7352 ആണ്. ഓക്കെ, പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ആണ് 49.7352 ആയിരുന്നു കട്ട് ഓഫ്. അതായത് 50-നടുത്ത് കട്ട് ഓഫ് വന്നു. ഷോർട്ട് ലിസ്റ്റിൽ 38,000 പേരെയാണ് ഉൾപ്പെടുത്തിയത്. മെയിൻസ് എഴുതാൻ യോഗ്യത നേടിയത് 4,70,000 പ്രിലിംസ് എഴുതാനായിട്ട് യോഗ്യത നേടി, മെയിൻസ് എഴുതാൻ യോഗ്യത നേടിയത് 38,000 പേരാണ്. മക്കളെ, 10% പേര് പോലും ഇല്ല. ഒരു 7% മുതൽ 8% പേര് വരെ മാത്രമാണ് മെയിൻസ് എഴുതാനായിട്ട് യോഗ്യത നേടിയത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോഴും അതേ കാര്യം മനസ്സിൽ വെക്കുക. സമയമുണ്ട്, നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. മെയ് മാസം പ്രതീക്ഷിച്ചാൽ മതി എക്സാമിനേഷൻ. 2026 ജൂൺ മാസമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് മെയിൻസ് പ്രിലിംസിന് വേണ്ടി തന്നെ പഠിക്കാൻ സമയമുണ്ട്. ആ ടൈമിനെ കൃത്യമായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ മക്കളെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പ്രിലിംസ് കടക്കാൻ പറ്റും. 50 റേഞ്ച് വരുന്ന കട്ട് ഓഫ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇവരിൽ ഒരാളായിട്ട് മാറാൻ പറ്റും. പക്ഷേ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മോക്ക് എക്സാം ചെയ്യണം, നിങ്ങൾ റിവിഷൻ ചെയ്യണം. അതായത് SRM എന്ന് പറയുന്ന ടെക്നിക്ക്, സൂപ്പർ നോട്ട്സിൻ്റെ കിടിലം ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഒരു സംശയവും വേണ്ട. ക്ലിയർ അല്ലേ? പക്കയല്ലേ? അടുത്തത് നോക്കിയ മക്കളെ, മെയിൻസ് എക്സാമിനേഷൻ 9/11/2024 അന്ന് നവംബറിലാണ് എക്സാം നടന്നത്. 484 പേര് മെയിൻ ലിസ്റ്റിലും 501 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഡിഫറൻ്റ്ലി ഏബിൾ 20 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ 1005 പേരാണ് മെയിൻസ് ക്ലിയർ ചെയ്തത്. ഓക്കെ, മെയിൻസ് ക്ലിയർ ചെയ്തത് 1005 പേരാണ് മെയിൻസ് ക്ലിയർ ചെയ്തതെന്നുള്ള കാര്യം ഓർത്ത് വച്ചേക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് 927 പേര് റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 31/7/2025 31/7/2025. ശ്രദ്ധിച്ചു കേട്ടെ മക്കളെ, 31/7/2025 റാങ്ക് ലിസ്റ്റ് വന്നത്. എത്ര വർഷമാണ് കാലാവധി? 3 വർഷമാണ് കാലാവധി. അപ്പോൾ റാങ്ക് ലിസ്റ്റ് തീരുന്നത് എപ്പോഴാണ്? 30/7/2028. വ്യക്തമാണോ? റാങ്ക് ലിസ്റ്റ് തീരുന്നത് 30/7/2028. 3 വർഷമാണ് കാലാവധി. മക്കളെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വരുന്നു. 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വരുന്നു. 2027 മെയ് ജൂൺ മാസങ്ങളിലായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നു. 2027 മെയ് ജൂൺ മാസങ്ങളിലായിട്ട്. 2027 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ് പരീക്ഷ നടക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ് പരീക്ഷ നടക്കുന്നു. 2028 ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നു. ഓക്കെ, ഇൻ്റർവ്യൂ നടക്കുന്നു. ഇങ്ങനെ പോയാൽ മാത്രമേ 30/7/2028 അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ PSC
സിക്ക് കഴിയുള്ളൂ. ഞാൻ ഈ പറയുന്നത് ഇരുന്ന് തള്ളുകയല്ല, പകരം എന്താണ് ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു ഡേറ്റ അനുസരിച്ചിട്ടാണ് പറയുന്നത്. മറ്റ് ഡിഗ്രി പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ഡേറ്റ വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നടക്കാനാണ് മക്കളെ 90% സാധ്യത. 90% സാധ്യത. വ്യക്തമല്ലേ? ക്ലിയർ ആണ് മക്കളെ? അങ്ങനെയാണ് എങ്കിൽ നിലവിലത്തെ അഡ്വൈസുകൾ ഒന്ന് പരിശോധിക്കാം മക്കളെ. സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 31/7/2025 വന്നിട്ടുള്ള നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരം 207 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. വ്യക്തമായിട്ട് കേട്ടെ, 207 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 207 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതായത് ഇനിയും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എത്രയാണ്? ഇപ്പം മാസം 6 മാസമാണ്. 6 മാസമാണ് 2026 2028 വരെയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. 2 വർഷത്തിനടുത്ത് ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. 2 വർഷത്തിനടുത്ത് ഒരു 300 350 ഒക്കെ ചിലപ്പോൾ അഡ്വൈസ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. സാധ്യതയാണ് പറയുന്നത്, അത്രയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വർഷവും നമുക്ക് ഒരു 200-നടുത്തൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അത്രയൊക്കെ നിയമനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പക്ഷേ ഒരു വേക്കൻസി മാത്രം മതി. അപ്പോൾ ആ ഒരു വേക്കൻസിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുക. ഒരു വേക്കൻസി വന്നാൽ ആ ഒരു വേക്കൻസി കിട്ടേണ്ടത് ആർക്കാണ്? അതെനിക്കാണ് എന്ന ആ ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. പക്കയല്ലേ? ക്ലിയർ ആണ് മക്കളെ? അങ്ങനെയാണ് എങ്കിൽ ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്? ശ്രദ്ധിച്ച് കേട്ടോണേ. എക്സാമിൻ്റെ പാറ്റേൺ മക്കളെ 2 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ നടക്കും. 1ാം ഘട്ടം പ്രിലിമിനറി പരീക്ഷയാണ്. 2ാം ഘട്ടം മെയിൻസ് പരീക്ഷയാണ്. പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് 2027 മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലായിട്ടും അതേപോലെ തന്നെ മെയിൻസ് പരീക്ഷ നടക്കുന്നത് 2027 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലായിട്ടുമായിരിക്കും. ഇനി ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞ് 2028 ആദ്യത്തോട് കൂടിയിട്ടായിരിക്കും എന്ത് നടക്കുക? ഇൻ്റർവ്യൂ നടക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിലെ പ്രിലിംസ് പരീക്ഷയ്ക്ക് 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാം ആണെങ്കിൽ മെയിൻസ് പരീക്ഷയ്ക്ക് 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പേപ്പർ 1 കാണും, പേപ്പർ 2 കാണും. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആണ്, അവിടെയും 100 മാർക്കാണ്. പേപ്പർ 2-നും 100 മാർക്ക് തന്നെയാണ്. അങ്ങനെ ആകെ 200 മാർക്കാണ് അവിടെ വരിക. 200 മാർക്കാണ് വരിക. 200-ൽ കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നത് 96 പോയിന്റ് സംതിങ് ആയിരുന്നു. അപ്പോൾ അത്രയുമാണ് കട്ട് ഓഫ് കഴിഞ്ഞ തവണ വന്നത്. ഇനി വരുമ്പോൾ കട്ട് ഓഫ് കൂടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് പേപ്പർ 1-ൻ്റെ സിലബസ് ആണ്. ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 10 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 15 മാർക്ക്, ലൈഫ് സയൻസ് ബയോളജി 10 മാർക്ക്, ഫിസിക്സ് 5 മാർക്ക്, കെമിസ്ട്രി 5 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്, മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇങ്ങനെ 100 മാർക്കാണ് വരിക. എന്നാൽ നമ്മുടെ 2ാമത്തെ പേപ്പർ ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതിലാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി 15 മാർക്ക്, ഇന്ത്യൻ ഇക്കോണമി 15 മാർക്ക്. നമ്മൾ നേരത്തെ പഠിക്കുന്നതിനോട് സമാനമായ കാര്യങ്ങൾ വരും. റൂറൽ ഡെവലപ്മെൻറ്റ് 15 മാർക്ക്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ 15 മാർക്ക്, 12 മാർക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനാണ്, 12 മാർക്ക് കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻ്റ് ആണ്, 8 മാർക്ക് അർബൻ ഗവേണൻസും 8 മാർക്ക് ഇ ഗവേണൻസിനുമാണ് വരിക. ഈ രീതിയിലാണ് എന്ത് വരുന്നത്? സിലബസ് വരുന്നത്. വ്യക്തമല്ലേ? സിലബസ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൊമോഷണൽ സാധ്യതകൾ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് പ്രൊമോഷൻ വരിക? മക്കളെ, നിങ്ങൾ ആദ്യം കയറുന്നത് ഒരു ഗസറ്റഡ് റാങ്കിലേക്കായിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നത് LSGI സെക്രട്ടറി എന്നാണ്. ഓക്കെ, LSGI സെക്രട്ടറി എന്നാണ് വിളിക്കുക. അത് ഗസറ്റഡ് റാങ്ക് ആണ്. നിങ്ങൾക്ക് നിയമനം കിട്ടുന്ന ആദ്യത്തെ പോസ്റ്റാണ്. പഞ്ചായത്തുകളിലേക്കുള്ള സെക്രട്ടറി റാങ്കിലേക്കാണ് നിങ്ങൾ പോവുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് LSGI സെക്രട്ടറി ഹയർ ഗ്രേഡ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഓക്കെ, LSGI സെക്രട്ടറി ഹയർ ഗ്രേഡ് ആദ്യത്തെ പ്രൊമോഷൻ അങ്ങോട്ടാണ്. ഇനിയും നോക്കിയാൽ മക്കളെ, ഇനി നിങ്ങൾക്ക് ഈ LSGI സെക്രട്ടറി ഹയർ ഗ്രേഡ് എന്ന് പറയുന്ന പോസ്റ്റ് കഴിഞ്ഞാൽ, LSGI സെക്രട്ടറി ഹയർ ഗ്രേഡ് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റാണ്. അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റാണ്. അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും വരുന്നത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ, ഓക്കെ, ജോയിൻറ്റ് ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസറിൻ്റെ ആ ഒരു ഓഫീസിന് കീഴിലായിരിക്കും അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റ് വരിക. അസിസ്റ്റൻ്റ് ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ സാധ്യത ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഓക്കെ, അസിസ്റ്റൻ്റ് ഡയറക്ടർ കഴിഞ്ഞു, അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഡെപ്യൂട്ടി ഡയറക്ടറും ഈ പറയുന്ന ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിന് കീഴിൽ തന്നെയാണ്. അതിനുശേഷമാണ് നിങ്ങൾക്ക് ജോയിൻറ്റ് ഡയറക്ടർ ആവാൻ പറ്റുക. ഓക്കെ, ജോയിൻറ്റ് ഡയറക്ടർ ആകാൻ പറ്റുക. ഈ ജോയിൻറ്റ് ഡയറക്ടറാണ് ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിൻ്റെ ഹെഡ് എന്ന് പറയുക. എല്ലാ ജില്ലകളിലും ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസർ ഉണ്ടാകും. അത് കൂടാതെ പിന്നെ ചില ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുണ്ട്, അവിടെയും നിങ്ങൾക്ക് ജോയിൻറ്റ് ഡയറക്ടർ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഡീഷണൽ ഡയറക്ടറാണ്. ഈ അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ
പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഓഫീസിലായിരിക്കും. അതിനുശേഷം വരുന്ന പോസ്റ്റാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ. ഈ പ്രിൻസിപ്പൽ ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ കേസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ഡയറക്ടറിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. കൺഫേർഡ് IAS കിട്ടുന്ന പോസ്റ്റാണ് ഏത് പ്രിൻസിപ്പൽ ഡയറക്ടർ എന്ന് പറയുക. അത് ഒരു വളരെ കുറച്ച് വരുന്ന പോസ്റ്റുകൾ മാത്രമേ പ്രിൻസിപ്പൽ ഡയറക്ടറിൽ കാണുകയുള്ളൂ. IAS കൺഫേർഡ് കിട്ടാവുന്ന പോസ്റ്റാണ്, പക്ഷേ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇവിടെ വരേക്ക് അഡീഷണൽ ഡയറക്ടർ വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതകളുള്ള പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഇതാണ് പ്രൊമോഷൻ സാധ്യത എന്ന് പറയാം. അപ്പം നല്ലൊരു അവസരമാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് A to Z കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് നിങ്ങൾക്കുണ്ടോ? ഇല്ല. മക്കളെ, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ മുന്നിൽ 1 വർഷം സമയം പ്രിലിംസിനുണ്ട്. പക്ഷേ ഈ 1 വർഷം നിങ്ങൾ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. അതായത് ഒരു വേക്കൻസി വന്നാൽ ആ വേക്കൻസി എനിക്കാണ് കിട്ടേണ്ടത്. ആ ആത്മവിശ്വാസം നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാലും നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കും. മക്കൾ, ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും CPOയ്ക്കും ഒക്കെ റാങ്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ നോട്ട്സ് ഒരു ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂ ഗൈഡൻസും വരുന്ന ബാച്ചാണ്. 24-ാം തീയതിയാണ് നമ്മൾ ഡിഗ്രി മെയിൻസിൻ്റെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുക. 24-ാം തീയതി തിങ്കളാഴ്ച, ജൂൺ മാസം 24-ാം തീയതി. അപ്പോൾ ഇന്ന് ജൂൺ മാസം എത്രയാണ് മക്കളെ? ജൂൺ മാസം 20 ഇനി 4 ദിവസം കൂടി മാത്രമേ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ മക്കളെ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 250 സീറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഡിമാൻഡഡ് കോഴ്സാണ്. അപ്പോൾ 250 സീറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വളരെ വേഗം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281223366 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ എന്താണ് ബാച്ചിൽ കിട്ടുക എന്ന് കൺഫ്യൂഷൻ കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാനുള്ളതില്ല. മിഷൻ 2026-27 ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന ബാച്ചിൽ ഉണ്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. ബാച്ചിൽ ജോയിൻ ചെയ്ത് എന്തൊക്കെ കിട്ടുന്നു എന്നറിയാൻ 8281223366 നമ്പറിലോട്ട് വിളിച്ചോടാം. അതല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും, ആ ഗൂഗിൾ ഫോമിലോട്ട് വിളിച്ചോ. ഞാൻ ഫീയും കൂടെ പറയാം. 4999 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഫീ ആണ്. 4999 രൂപയാണ് ഫീ എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. 24-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ചോടാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ക്ലാസ്സിൽ കാണാം.